كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ജീവിതത്തിൽ ധാരാളമായി പ്രവർത്തിക്കാൻ പരിശ്രമിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് ബോധ്യപ്പെട്ട പ്രവർത്തനങ്ങൾ പരമാവധി ക്ഷമയോടുകൂടി അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികൾ എന്ന നിലക്ക് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശുദ്ധ ഇസ്ലാമും പ്രവാചക ചര്യയും ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ പുലർത്തുന്നിടത്ത് അതിലൂടെ നമ്മുടെ മനസ്സിൽ ഈമാൻ സംഭരിക്കുന്നിടത്ത് ആ ഈമാൻ നഷ്ടപ്പെടുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വരുന്നുണ്ടോ എന്ന് നിരന്തരമായ ആലോചനകൾക്ക് വിശ്വാസികൾ എന്ന നിലക്ക് നാം ഒഴിവും സമയവും അവസരവും ഒക്കെ കണ്ടെത്തേണ്ടതുണ്ട്. മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം അത് ചോർന്നു പോകാനും നഷ്ടപ്പെട്ടു പോകാനും ഒരുപാട് കാരണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകാം. എന്നാൽ ഈ കാലത്ത് അധികമാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ഈമാൻ നഷ്ടപ്പെടുന്ന വിവിധങ്ങളായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. തിന്മയിലേക്ക് വഴുതിപ്പോകാൻ, തിന്മയിലേക്ക് നടന്നെടുക്കാൻ ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സംവിധാനങ്ങളുമൊക്കെ ഈ കാലത്ത് എല്ലാ കാലത്തും ഉള്ളതുപോലെ ഉണ്ടാകാം. ഈ സമയത്ത് നമ്മുടെ ഈമാനിനെ പിടിച്ചു നിർത്തേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ്. കാരണം കാലത്തിന്റെയും ലോകത്തിന്റെയും ഗതിമാറ്റം അതൊക്കെ ഓരോ കാലത്തിന്റെയും അനുഗ്രഹങ്ങളാണ്. ഈ കാലത്ത് ഏതൊക്കെ സംവിധാനങ്ങളെ നാം കുറ്റപ്പെടുത്തുന്നുണ്ടോ ആ സംവിധാനങ്ങളിലൂടെയൊക്കെ അതിന്റെ ഒരു നന്മയുടെ വശവുമുണ്ട്. അതിൽ നാം ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ നന്മയാണോ ചെയ്യാറുള്ളത്, നമ്മെ അത് വഴിതെറ്റിക്കുകയാണോ ചെയ്യുന്നത് എന്നതാണ് പ്രാഥമികമായി നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ആലോചിക്കുകയും നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടാണ് പരമാവധി മറ്റുള്ളവരുടെ കാര്യം നാം ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തുകയും ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മെ എത്രത്തോളം ഈ ഭൗതികമായ സംവിധാനങ്ങൾ നന്മയിൽ നിന്ന് വഴിതെറ്റിക്കാൻ കാരണമാകുന്നു എന്നതിനെ കുറിച്ചാണ് വളരെ ജാഗ്രതയോടെ വളരെ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ ഈമാൻ ചോർന്നു പോകാതിരിക്കാൻ
നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ചില പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രാർത്ഥനകളുടെ ഒരു പ്രത്യേകത ഈ പ്രാർത്ഥനയുടെ ആശയം നാം സ്വീകരിക്കുന്നു എന്നതാണ്. അതല്ലെങ്കിൽ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് നാം സ്വയം ബോധ്യമുള്ള ആളായി തീരുന്നു എന്നതാണ്. അതാണ് പ്രാർത്ഥന എന്ന്. നമ്മൾ വെറുതെ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അതിന്റെ ബോധ്യം നമുക്ക് വരുന്നില്ല. പ്രാർത്ഥന എന്നത് അറബിയിലെ ചില വാചകങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച വാചകങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഹദീസ് എന്ന നിലക്ക് അതിന്റെ ഒരു പുണ്യം നമുക്ക് ലഭിക്കും. അതല്ലാത്തതും മലയാളത്തിലുള്ളത് അറബിയിലാക്കിയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈമാൻ ചോർന്നു പോകാതിരിക്കാൻ ചില പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയം എന്നത് ഖൽബ് എന്നാൽ ഖല്ലബ എന്നൊക്കെ പറഞ്ഞാൽ മാറ്റിമറിക്കുക എന്നതാണ്. ഇവിടെ നമ്മുടെ ഖൽബ് എന്നത്, നമ്മുടെ ഹൃദയം എന്നത് അതിന് വല്ലാത്ത ചാഞ്ചാട്ടം ഉണ്ടാകും. കാരണം അതിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്, അതിന്റെ പേരും അങ്ങനെയാണ്. അപ്പൊ അതിൽ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ ഈമാനിൽ നീ പിടിച്ചു നിർത്തണം റബ്ബേ, ഉറപ്പിച്ചു നിർത്തണം റബ്ബേ എന്നത് ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ചിന്തയും ഉണ്ടാകും. അപ്പൊ നമ്മൾ സുബഹി കഴിഞ്ഞിട്ട് ഈ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ വേറൊരു സമയത്ത് യാത്ര പോകുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇതിൽ പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് സംഭരിക്കുന്ന ഒരു വിചാരം എന്താണ്? എന്റെ ഹൃദയം എന്നത് തിന്മയിലേക്ക് ചാഞ്ഞു പോകാനുള്ള ഒന്നാണ്. എന്നാൽ അത് ചാഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യം കൂടി ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണം. നമ്മുടെ വാചികമായ സംസാരവും അതോടുകൂടെ നമ്മുടെ വിചാരവും ഒന്നായി തീരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയാം. കുറച്ചോനെ, ഞാൻ ഇന്നിങ്ങനെ പ്രാർത്ഥിച്ച ഒരാളാണല്ലോ, അതുകൊണ്ട് ഞാനൊരു തെറ്റിലേക്ക് ചായാൻ പാടില്ലല്ലോ എന്ന വിചാരം നമുക്കുണ്ടാകും. അപ്പോൾ ഈ പ്രാർത്ഥന പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, തിന്മയിലേക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക യാ റബ്ബൽ ആലമീൻ, അല്ലെങ്കിൽ സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. മറ്റൊരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ആത്തി നഫ്സി, എന്റെ ഹൃദയത്തിന്, എന്റെ മനസ്സിന് നീ നൽകണം തഖ്വാഹ, തഖ്വ. അല്ലാഹുവേ, എന്റെ മനസ്സിന് നീ തഖ്വ നൽകണം റബ്ബേ, സൂക്ഷ്മത നൽകണം റബ്ബേ. അല്ലാഹുവേ, ആ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം റബ്ബേ, അതിന് നീ തസ്കിയത്ത് നൽകണം റബ്ബേ. ഖൈറു മൻ സക്കാഹ, നീയാണല്ലോ അതിന് ഏറ്റവും നന്നായി ആ ഹൃദയത്തെ വിമലീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ, ശുദ്ധീകരിക്കുവാൻ നിനക്കാണല്ലോ റബ്ബേ സാധിക്കുന്നത്. അൻത വലിയുഹാ വ മൗലാഹാ, അല്ലാഹുവേ, നീയാണല്ലോ ആ ഹൃദയത്തിന്റെ, ആ മനസ്സിന്റെ സംരക്ഷണവും അതിന്റെ ഉടമസ്ഥതയും നിനക്കാണല്ലോ റബ്ബേ. നല്ലൊരു ആശയമുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹാ ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വ മൗലാഹാ. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ, അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് നീ വിശുദ്ധി നൽകണം റബ്ബേ. വസക്കിഹാ ഖൈറു മൻ സക്കാഹ, അല്ലാഹുവേ, നീ ആ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണം റബ്ബേ. നീയാണല്ലോ ഏറ്റവും നന്നായി ആ ഹൃദയത്തെ തിന്മയിലേക്ക് ചാഞ്ചാടാതെ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നവൻ നീയാണല്ലോ. അൻത വലിയുഹാ വ മൗലാഹാ, അതിന്റെ സംരക്ഷണവും അതിന്റെ ഉത്തരവാദിത്വവും നിന്റെ അടുത്താണല്ലോ റബ്ബേ എന്നതാണ് ആ പ്രാർത്ഥന. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, നമ്മെ ശ്രദ്ധിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്നതിനെ നാം ശ്രദ്ധിക്കണമെന്നതാണ്. നമ്മളെല്ലാവരും, കാരണം നമ്മൾ ഫുൾ ടൈം പള്ളിയിലല്ല, അല്ലെങ്കിൽ എല്ലാ സമയത്തും ജുമുഅ ഖുതുബ പറയുന്നവരും കേൾക്കുന്നവരും അല്ല. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മുടെ ഭൗതികമായ വ്യവഹാരങ്ങളിലാണ്. കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, അധ്യാപനമുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ട്.
പക്ഷെ ഇവിടെയൊന്നും അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മൂല്യങ്ങൾ ചോർന്നു പോകരുത്. അതിനെന്തു വേണം? പ്രാർത്ഥനാ നിർഭരമായ ഒരു മനസ്സ് വേണം. നമുക്ക് അങ്ങനെ ഒരു ചിന്ത വേണം. എവിടെ എത്തിയാലും എന്റെ വിശ്വാസത്തെയും എന്റെ കർമ്മങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന ബോധ്യം വേണം. അതിന് നമ്മുടെ ഇച്ഛയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയണം. ഇച്ഛ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുക എന്നതാണ് ഇച്ഛ. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ മനസ്സിൽ ഒരു തെറ്റായ വിചാരം ഉണ്ടായി എന്നതിന് നമുക്ക് എന്തില്ല? കുറ്റമില്ല. അത് മനുഷ്യനുണ്ടാകും. മനസ്സിലുണ്ടാകുന്ന തെറ്റായ വിചാരങ്ങളൊക്കെ പുരോഗമനവും അതൊക്കെ തന്നിഷ്ടങ്ങളും അതൊക്കെ ചോയ്സുമായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് ആളുകൾ പറയാ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. അയാൾക്ക് അങ്ങനെയാണ് ഇഷ്ടം, അയാൾ അങ്ങനെ ചെയ്യട്ടെ. അയാൾക്ക് അങ്ങനെയാണ് ഇഷ്ടം, അയാൾ അങ്ങനെ ചെയ്തോട്ടെ. അവർക്ക് അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം, അവരങ്ങനെ ജീവിച്ചോട്ടെ. ആണുമായിട്ടാണോ ജീവിക്കേണ്ടത്? അങ്ങനെ ജീവിച്ചോട്ടെ, അവരിഷ്ടല്ലേ. പെണ്ണുമായിട്ടാണോ ജീവിക്കേണ്ടത്? അവരിഷ്ടല്ലേ. ഇതൊരു നോർമൽ സംസാരമായി സമൂഹം സ്വീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ ആളുകൾക്കൊക്കെ തന്നെ ചില ആളുകൾക്ക് തോന്നുക, എന്താ അങ്ങനെ ആയാല് പറ്റൂല. അങ്ങനെ പറ്റൂല എന്ന് പറയുന്ന മതത്തെ മോശമാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത മതമാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നിക്കോട്ടെ. ഞങ്ങൾക്ക് എന്തോ ആ മതത്തെ പുൽകാൻ ഒരു മടി. പുൽകണ്ട, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും അനുസരിച്ച് ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാം എന്നത് എല്ലാ കാലത്തും നിലനിൽക്കും. അതിന് ചില മൂല്യങ്ങളുണ്ട്. ചില കാലത്ത് അത് ചില വിചാരണകൾക്കും ചോദ്യം ചെയ്യലുകൾക്കും വിധേയമാകും. താൽക്കാലികമാണ്. എന്നാൽ ആ ചോദ്യങ്ങളെയും വിചാരണയെയും അതെന്ത് ചെയ്യും? അത് അതിജയിക്കും. ഇന്ന് കാണുന്ന ചില തിന്മകളെ നന്മയാക്കി അവതരിപ്പിക്കുമ്പോ അതിന്റെ അനന്തര ഫലങ്ങൾ കാണാനുള്ള സമയമായിട്ടില്ല, ടൈം എടുക്കും. അപ്പോൾ ഇസ്ലാം എന്ന ദീൻ അല്ലാഹുവിൽ നിന്നുള്ള ദീനാണ്. അപ്പോൾ ഈ ദീനിന് ചില നിയമങ്ങളുണ്ട്. അതുകൊണ്ട് മനസ്സിൽ തോന്നുന്നതെല്ലാം ചെയ്യുക എന്നതല്ല ഇസ്ലാം. മറിച്ചോ ഇസ്ലാമിക നിയമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക എന്നതാണ് മതം. അതെവിടെ നിന്നാണ്? അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം നാം ചെയ്താൽ നമ്മുടെ ഇച്ഛയെ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. സത്യത്തിൽ നമ്മളൊരു വളരെ മനോഹരമായ സൗന്ദര്യാത്മകമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നമ്മെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി, നമ്മുടെ സ്വപ്നം, നമ്മുടെ ജീവിത രീതി, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ യാത്ര, നമ്മുടെ കല്യാണം, ഇതൊക്കെ എല്ലാ സംഗതികളിലും നമുക്ക് നമ്മെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയണം. എന്റെ ജീവിതം ഇങ്ങനെയാണ്, എന്റെ കുടുംബ ജീവിതം ഇങ്ങനെയാണ്, എന്റെ ജീവിതത്തിലെ സന്ദർഭങ്ങളിൽ നമസ്കാരമാകട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാകട്ടെ ഞാൻ അതിൽ ഇങ്ങനെയാണ് എന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് നമ്മൾ വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ സ്റ്റാറ്റസുകൾക്ക് അനുസരിച്ച് സ്റ്റാൻഡ് മാറും. ആ സ്റ്റാറ്റസ് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു നല്ല ജീവിതാലേ അവരുടെയൊക്കെ ജീവിതം. കുറെ ഇങ്ങനെ ആഹ്ലാദം ഉണ്ടാകാം, ആസ്വാദനമൊക്കെ ഉണ്ടാകാം. പക്ഷെ ഹറാമാണ് ഇങ്ങനെ പലതും. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കാൻ എന്തോ രസാണില്ലേ. വേറൊരാളുടെ കാണുമ്പോ എന്തോ രസാണില്ലേ. നമ്മുടെ ഇങ്ങനെ പതറും. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പുതിയൊരു സിനിമ ഇറങ്ങാണ്. അപ്പൊ അവിടെ ഇങ്ങനെ തിയേറ്ററിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇടുമ്പോൾ എന്തോ ഒരു പ്രയാസമല്ലേ നമ്മളെ ജീവിതം. അങ്ങോട്ട് പോകാനും വയ്യ. ഇതപ്പോ ഇങ്ങനെ വെള്ളിയാഴ്ച ഇങ്ങനെ പറയും ചെയ്യാം, ഇങ്ങനെ കേൾക്കും ചെയ്യാം. നമുക്ക് ഇങ്ങനെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് അവിടെ പോയി ഐസ്ക്രീം വാങ്ങാം, ഏത് ടിക്കറ്റ് കൊടുക്കാം, എവിടെയും കയറിയിരിക്കാറ്. എന്തൊരു ഒരു സുഖമില്ലാത്തൊരു ജീവിതല്ലേ നമുക്ക് തോന്നും. നമുക്ക് എന്തോ ഒരു പ്രയാസമായി തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാറ്റസുകൾ നമ്മുടെ ജീവിതം ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ അറിയാതെ വലിയും. നമ്മളൊരൊറ്റ സംഗതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരൊറ്റ കാര്യം, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് ചെയ്യുന്നത് എന്റെ റബ്ബിന് ഇഷ്ടമാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്റെ റബ്ബിന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഇഷ്ടം ഉണ്ടാവോ? എന്റെ ഈമാനിന് അത് ബാധിക്കുന്നുണ്ടോ എന്നതാണ് ഈമാൻ ചോർന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ വാബിള റളിയല്ലാഹു അൻഹു, അത് വല്ലാത്തൊരു സംഭവമാണ്, ഒരു ഹദീസാണ്. അദ്ദേഹം എന്താണ് നന്മ എന്നതിനെ കുറിച്ച് ചോദിച്ചറിയാൻ പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ അവരിങ്ങനെ കുറെ ദൂരത്ത് നിന്ന് പ്രവാചകനെ കാണാൻ വേണ്ടി വരികയാണ്.
അങ്ങനെ അദ്ദേഹം പറയാണ് ഹത്താ മസ്സത്ത് റുക്ബത്തഹു, ഞാനും പ്രവാചകനും തമ്മിൽ ഇങ്ങനെ രണ്ട് മുട്ടുകാലുകൾ തമ്മിൽ ഇങ്ങനെ ചേർന്നിരുന്നു. അത്ര അടുത്തായിരിക്കണം, അങ്ങനെ ചേർന്നിരിക്കാൻ പ്രവാചകൻ ഇരുന്നു, അദ്ദേഹം തൊട്ടടുത്താണ്. അള്ളാഹുവിന്റെ റസൂല് നന്മയെ കുറിച്ചാട്ടോ അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചത്. പ്രവാചകൻ അദ്ദേഹത്തിന്റെ 3 വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് എന്നിട്ട് ഈ 3 വിരലുകൊണ്ട് ഹൃദയത്തിൽ ഇങ്ങനെ തൊട്ടു. ഇങ്ങനെ നമ്മൾ ഒരാളോട് പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ തലോടിയിട്ട് അത്ര പ്രധാനമായിട്ടോ എന്നൊക്കെ പറയുന്ന ശൈലി ഉണ്ടാവുമല്ലോ. നബി ഇങ്ങനെ 3 വിരൽ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആ ഹൃദയത്തിൽ ഇങ്ങനെ തൊട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യാ വാബില ഇസ്തഫ്തി ഖൽബക, നീ എല്ലാ കാര്യത്തിലും അവ മതം അറിയല്ലോ, എന്താണ് വിശ്വാസം എന്നതറിയാം, എന്താണ് ഇസ്ലാം എന്നതറിയാം, ഇതെല്ലാ ആളുകൾക്കും അറിയാം. ഒരുവിധമൊക്കെ ആളുകൾക്ക് നല്ല ഇൽമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ആലിമീങ്ങളാണ്. ഖുതുബ പറയാൻ കഴിയില്ല, പ്രസംഗിക്കാൻ കഴിയില്ല എന്നൊക്കെ ഉള്ളൂ. എല്ലാ വിഷയത്തെ കുറിച്ചും ധാരണ ഉണ്ടാവും. ശരിയേത് തെറ്റേത് എന്ന് എല്ലാ ആളുകൾക്കും അറിയല്ലോ. അദ്ദേഹത്തോട് ഇങ്ങനെ ഹൃദയത്തിൽ തൊട്ടു പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, ഒരു കാര്യത്തിന് നീ നിന്നോട് തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ നീ മതവിധി ചോദിക്കണം. അൽ ബിർറു, പുണ്യം എന്ന് പറഞ്ഞാൽ മത്മഅന്നത്ത് ഇലൈഹി നഫ്സ വത്മഅന്ന ഇലൈഹിൽ ഖൽബ്. പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു മുസ്ലിമിന്, വിശ്വാസമുള്ളവന്, ഈമാനുള്ളവന്, കാരണം വിശ്വാസവും ഈമാനും ഉള്ളവനാണെന്ന് ചോദിക്കാൻ വരുന്നത്. വിശ്വാസവും ഈമാനുമുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യം ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ വല്ലാത്ത ഒരു ആത്മനിർവൃതി ഉണ്ടാകും. ഹൃദയത്തിനൊരു ശാന്തത ഉണ്ടാവും. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരാളെ വളരെ ആത്മാർത്ഥമായി നമ്മൾ സഹായിച്ചു, ആർക്കും അറിയില്ല, നമുക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുന്നു ഇല്ല, സന്തോഷമായിരിക്കും. പടച്ചോനെ അയാൾ എന്റെ അടുത്ത് വന്നു, ഞാൻ അയാളെ സഹായിച്ചു, വലിയ ആത്മനിർവൃതിയല്ലേ. രാത്രി എഴുന്നേറ്റ് ഒരാൾ നമസ്കരിച്ചു, പിറ്റേ ദിവസം അയാൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സ്വയം ആലോചിക്കുക, ഞാൻ ഇന്നലെ എഴുന്നേറ്റു, ഒരു റക്അത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ 3 റക്അത്ത് നിസ്കരിച്ചു, ഒരു സന്തോഷം തോന്നുന്നില്ലേ? ഒരു നല്ല കാര്യം ഒരു മനുഷ്യന് വേണ്ടി ചെയ്തു, ഒരാളെ സഹായിച്ചു, അതല്ലെങ്കിൽ വർഷങ്ങളായി എന്റെ ജീവിതത്തിൽ ഞാൻ ജമാഅത്ത് മുടക്കാതെ പരമാവധി പങ്കെടുത്തു, ഇതൊക്കെ എന്തുണ്ടാവും? നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ലഭിക്കും. അതാണ് പുണ്യം. എന്നാൽ പാപം എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ അതൊരു ചൊറിച്ചിലുണ്ടാകും. ഒരു ചൊറിച്ചില്. കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കച്ചവടത്തിൽ വഞ്ചിക്കരുത്, പറ്റിക്കരുത് എന്നൊക്കെ. പക്ഷെ ചിലതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നുണ്ടോ എന്നൊരു സംശയം, ഒരു തരം ചൊറിച്ചില് ഉണ്ടാവില്ല, അതുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആളുകളെ പറ്റിച്ച് കമ്മീഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ഒരാൾ പറയാം, ഈ മാസം എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ആ കമ്മീഷൻ അവർ എത്ര കമ്മീഷനാണ്, പലതരം കമ്മീഷൻ നാട്ടിലുണ്ടാവും, ഞാനത് വാങ്ങിയില്ല. ഒരാൾ പറയണം 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരുന്നു, എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, പക്ഷെ ഞാനത് വാങ്ങിയില്ല. അയാളെ മനസ്സിന് സംതൃപ്തിയാണ് ഉണ്ടാകുക, പ്രയാസം ഉണ്ടാകുക? പ്രയാസം ഉണ്ടാവില്ല, ഒരു സംതൃപ്തി ഉണ്ടാകുക. ഞാനത് വാങ്ങിയില്ലല്ലോ, എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, വീട് നന്നാക്കണം, വണ്ടി വാങ്ങണം, വാങ്ങിയില്ലല്ലോ. അതാണ് ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ. എന്നാൽ തെറ്റ് ചെയ്താലോ ഒരു ചൊറിച്ചിൽ ഇങ്ങനെ ഉണ്ടാക്കും, വലിയൊരു പ്രയാസം ഒന്നും ഉണ്ടാക്കൂല. പിന്നെ അതൊക്കെ ചെറിയ ചെറിയ സംഗതിയല്ലേ, അതാണ് കാരണം. ഏത് ചെറിയ ചെറിയ സംഗതി, ഒരു ചൊറിച്ചിൽ ഇങ്ങനെ എന്തോ ഇങ്ങനെ ശരിയില്ലല്ലേ, ശരിയല്ലല്ലേ, അതാണ്. അതിങ്ങനെ ആവർത്തിച്ച് ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരും. ശരിയാണോ? ശരിയാവൂലേ? ശരിയല്ലേ? അവന് ശരിയല്ലേ ഇരിക്കൂലേ? എന്താ അങ്ങനെ വിചാരം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചില ആളുകൾക്ക് അല്ല ഇതിനൊക്കെ വലിയ പ്രശ്നം ഉണ്ടാവോ? അപ്പൊ ജനങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ജനങ്ങളോട് നീ ചിലതിനൊക്കെ സംശയം ചോദിക്കും, പ്രശ്നമുണ്ടോ? ഇല്ല എന്നവർ നിന്നോട് പറഞ്ഞാലും നിന്റെ മനസ്സിൽ എന്തുണ്ടാകും? ചില ചൊറിച്ചിലുകൾ ഉണ്ടാകും. അത് തിന്മയാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോ അതാണ് നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്നതിന്റെ ഒരു കാരണം. അതായത് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന ചില തിന്മകളുണ്ട്, ചില തെറ്റുകളുണ്ട്. അത് തെറ്റാണ്. അത് വലിയ പ്രയാസമാണ്. ഞാൻ സൂചിപ്പിച്ചത് വലിയ പ്രയാസമാണ് പുതിയ കാലത്ത് നന്മയിൽ മനസ്സിനെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ. തെറ്റിന് ധാരാളം അവസരങ്ങൾ തിന്മ ചെയ്യാൻ ഈ നാട്ടിലുണ്ട്. പണം ഉണ്ടാക്കണോ? എങ്ങനെ ഉണ്ടാക്കാം? ഒന്നും വേണ്ട, മുഖം കാണണ്ട, പല ആപ്പുകളും അല്ലേ. ഈ അടുത്ത് നമ്മളൊരു ന്യൂസ് വായിച്ചു, ഒരു ഡോക്ടർ
ഒരു എന്താന്ന് വെച്ചാല് ആപ്പ് ഒക്കെ എങ്ങനെ വെച്ചാല് പിന്നെ വെറുതെ സംസാരിക്കാൻ ഒരു ആപ്പ്, വെറുതെ ഒന്നുമില്ല, ഒരാണിന് ഒരു പെണ്ണിനോട് സംസാരിക്കണോ, ഒരു പെണ്ണിന് ഒരു ആണിനോട് സംസാരിക്കണോ, മുഖമൊന്നും കാണൂല. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ആവുമ്പോ ആപ്പ് കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യാ, അങ്ങനെ സംസാരിക്കും, ഓളോനോട് സംസാരിക്കും, ഓനോളോട് സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ ചെറിയ പൈസ കൊടുത്താൽ മതിയാവും. അങ്ങനെ പല ആപ്പുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു ആപ്പിൽ കയറി, പ്രത്യേകമായ ഈ മൊബൈലിലുള്ള ഒരു ആപ്പിൽ കയറി ഒരു ഡോക്ടർ ഒരു ഉദ്യോഗസ്ഥനുമായി കൊണ്ട് അങ്ങനെ കുറെ കാലം സംസാരിച്ചതാണ്. സ്വാഭാവികമല്ലേ, ഒരാണും ഒരു പെണ്ണും സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പലതിലേക്കും വഴിമാറും. അവസാനം ഈ ഡോക്ടറെ ഈ ഉദ്യോഗസ്ഥൻ ചതിച്ചു, വിവാഹം ചെയ്യാന്ന് പറഞ്ഞ് ചതിച്ചു, പിന്നെ പീഡിപ്പിച്ചു എന്നൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ പറയാറുള്ളത്. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴി നടത്തി. ഇങ്ങനെ കുറെ സംഗതികളുണ്ട്, കുറെ ആപ്പുകൾ. പണം ഉണ്ടാക്കണോ, ഒരു സംസാരം കൊടുത്താൽ മതി. വെറുതെ ഒന്നിങ്ങനെ സല്ലപിച്ച് സംസാരിക്കാൻ ഒരു പുരുഷന് കഴിയുന്നുണ്ടോ? ഒരു മാസത്തിന് പൈസ കിട്ടും. ഒരു സ്ത്രീക്ക് റെഡിയാണോ, അവൾക്ക് മാസത്തിന് പൈസ കിട്ടും. മുഖം കാണുന്നില്ല, ശരീരം കാണിച്ചു കൊടുക്കാൻ റെഡിയാണോ, മാസം പണമാണ്. ഇതിനൊക്കെ ഇന്ന് ആപ്പാണ്. മനുഷ്യന്റെ ലൈംഗികതയെ ചൂഷണം ചെയ്യുന്ന ആപ്പുകൾ നമ്മുടെ നാട്ടിൽ സജീവമാണ്. പക്ഷെ അതിന്റെ ആത്യന്തികമായ ഫലം എന്താണ്? നിരാശയാണ്, കുടുംബജീവിതത്തിലെ തകർച്ചയാണ്, സങ്കടമാണ്, ഈമാനിന്റെ ചോർന്നുപോകലാണ്. അപ്പൊ നമ്മുടെ ഈമാൻ ചോർന്നു പോകാൻ ഇവിടെ അവസരങ്ങൾ ഇങ്ങനെ വലയിരിച്ച് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയണം. നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈമാൻ ചോർന്നു പോകുന്നതിന്റെ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഇച്ഛയെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ കഴിയണം എന്നത്. രണ്ടാമത്തേത്, പൊതുവെ സമൂഹത്തിൽ ഉണ്ടായ ഒരു വിചാരമാണ് എങ്ങനെയും പണവും സൗകര്യങ്ങളും ഉണ്ടാക്കണം എന്ന ചിന്ത. അത് വലിയ അപകടത്തിലേക്ക് നയിക്കും. പണവും സൗകര്യവും ഉണ്ടാക്കണം എന്നതല്ല, എങ്ങനെയും പണവും സൗകര്യങ്ങളും ഉണ്ടാക്കണം എന്ന ചിന്ത. അപ്പൊ അതിന് ചില പ്രത്യേകമായ മോട്ടിവേഷൻ ക്ലാസുകളും ലഭിക്കും. എങ്ങനെ? സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെ ബിസിനസ് ആക്കാം, ഒരു മോട്ടിവേഷൻ ക്ലാസിന്റെ തലക്കെട്ടാണ്. സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെ ബിസിനസ് ആക്കാം. ബിസിനസ് ആക്കിക്കോളി, ഞാനും നിങ്ങളൊക്കെ നല്ല ബന്ധമാണ്. നമ്മുടെ ബന്ധങ്ങൾ സൗകര്യവും പരിചയപ്പെടലൊക്കെ വെച്ച് നമ്മെ ബിസിനസ് ആക്കാം. പക്ഷെ നമ്മൾ ഒരാളോട് ചിരിക്കുമ്പോൾ വരെ അതിൽ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടാകണം. അതാണ് മോട്ടിവേഷൻ. നമ്മുടെ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും അയൽവാസിയാണെങ്കിലും നാട്ടുകാരനാണെങ്കിലും അമ്മാവനാണെങ്കിലും അമ്മായിയാണെങ്കിലും അവരെല്ലാം കച്ചവടത്തിന്റെ മുൻപിൽ വെറും കസ്റ്റമർ മാത്രമാണ്. കച്ചവടത്തിന്റെ മുമ്പിൽ അവരാരാ? അവർ വെറും കസ്റ്റമർ മാത്രമാണ്. ആണോ? അങ്ങനെയാണോ? നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമോ? ഒരു മുസ്ലിമിന് കച്ചവടാകാം, ലാഭമാകാം, ആളുകളിൽ നിന്ന് ലാഭം സ്വീകരിക്കാം. പക്ഷെ സാമൂഹിക ബന്ധങ്ങളെയും കുടുംബങ്ങളെയും വരെ നിങ്ങൾ വെറും കച്ചവട കണ്ണോടുകൂടി കാണണമെന്ന് പറയുമ്പോ ഈ മോട്ടിവേഷൻ ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ടാർഗറ്റ് വെക്കാണ്. ഇവന് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറഞ്ഞു കൊടുക്കാണ്, 25 വയസ്സാകുമ്പോ സ്വന്തമായി ജോലി വേണം, 30 വയസ്സാകുമ്പോ സ്വന്തമായി വീടും വാഹനവും വേണം, 35 വയസ്സാകുമ്പോൾ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വേണം. ഉണ്ടായിക്കോട്ടെ, ഉണ്ടാകുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ആ ടാർഗറ്റ് വെക്കുന്നതിനിടയിൽ പ്രശ്നം എന്താണെന്നറിയോ? ഇവന് ഉമ്മ പ്രശ്നമല്ല, ഇവന് ബാപ്പ പ്രശ്നമല്ല, ഇവൻ അയൽവാസി. അവനവന്റെ ടാർഗറ്റിലേക്കുള്ള കുതിച്ചുചാട്ടമാണ്. ഇവൻ ഈ മോട്ടിവേഷൻ ക്ലാസ്സിന് കേട്ടിട്ട് ആകെ ഇളകി നിൽക്കുകയാണ്. എന്നിട്ടോ അങ്ങനെ 30 വയസ്സാകുമ്പോ സ്വന്തമായി വീടും വാഹനവും വേണം. പിന്നെ പരിശ്രമമാണ്. പരിശ്രമിച്ചോട്ടെ, കുഴപ്പമില്ല, പരിശ്രമിക്കണം. പക്ഷെ ആ പരിശ്രമിക്കുന്നതിനിടയിൽ എന്റെ പിതാവുണ്ട്, എന്റെ മാതാവുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ സുഹൃത്തുക്കളുണ്ട്, എന്റെ അയൽവാസികളുണ്ട്. അവരെയൊക്കെ ഒന്ന് ഞാൻ പരിഗണിക്കുകയെങ്കിലും വേണം. എന്റെ ടാർഗറ്റ് പൂർത്തിയാക്കുന്നതിനിടയിൽ ബാപ്പയുടെ ഹോസ്പിറ്റലിലെ ബില്ലടക്കേണ്ടി വരും, ഉമ്മക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, ഭാര്യയോട് കുറച്ചു നേരം സംസാരിക്കാൻ സമയം കണ്ടെത്തേണ്ടി വരും. അതില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന എന്താ? ഈ ടാർഗറ്റ് ജീവിതം നയിച്ച ഒരുപാട് ആളുകൾ കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ടില്ലേ? എന്താ കാരണം എന്നറിയോ? അതിന്റെ കാരണം ഈ പ്രായം വെച്ചുകൊണ്ടുള്ള ടാർഗറ്റിന്റെ ഇടയിൽ ഇവന് ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയില്ല. കാരണം ടാർഗറ്റാണ്, ടാർഗറ്റിൽ ഭാര്യയല്ല. കാരണം അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കുടുംബം ഉണ്ടാകാം,
മക്കളുണ്ടാകാം, മാതാപിതാക്കളുണ്ടാകാം. അതൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ സ്വന്തമായി കാലിൽ നിൽക്കൂ. എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും സംരക്ഷിക്കൂ എന്ന് പറയുമ്പോഴേക്ക് ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടി നേരമില്ല, ഭർത്താവിനോട് സംസാരിക്കാൻ നേരമില്ല, കുടുംബത്തിനോട് സംസാരിക്കാൻ നേരമില്ല. ഈ ടാർഗറ്റ് പരാജയപ്പെടുകൂടി ചെയ്താലോ പിന്നെ ആത്മ സംഘർഷമായി, ബന്ധങ്ങളിലെ വിള്ളൽ നഷ്ടപ്പെട്ടു, ആത്മീയ ജീവിതം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഈ ടാർഗറ്റിനിടയില് ഉലൂഹിയത്തിന് കൊടുക്കേണ്ട പൈസ ഉണ്ടാവില്ല. ഈ ടാർഗറ്റ് വെക്കുന്നതിനിടയിലാണ് പള്ളിയിൽ പറയാ ഉലൂഹിയത്തുണ്ട് കേട്ടോ, അത് ഒരാൾക്ക് സ്വന്തമായിട്ട് അറക്കാൻ കഴിയെങ്കിൽ അങ്ങനെ അറക്കാം, അല്ലെങ്കിൽ ഏടിൽ ഒന്ന് ഷെയർ കൂടാ എന്ന് പറയുമ്പോ ഇവന്റെ അടുത്ത് ഉണ്ടാവില്ല. അത് ബാപ്പണ്ടല്ലോ, ബാപ്പാക്ക് 65 വയസ്സായി, ഇനിയും ബാപ്പന്നെ കൊടുക്കണോ, ബാപ്പാക്ക് പണിയൊന്നുമില്ലല്ലോ. ഇവന്റെ ടാർഗറ്റ് പൂർത്തീകരിക്കുന്നതിനിടയിൽ ഉലൂഹിയത്തിന്റെ പണം കൊടുക്കാൻ അവന്റെ അടുത്ത് പൈസ അല്ല. പള്ളിയിലെ ഒരു കാര്യത്തിന് കൊടുക്കാൻ അതൊന്നും അവന്റെ അജണ്ടയിൽ പെട്ടതല്ല. അതൊക്കെ പ്രായമുള്ള ആളുകൾ ചെയ്യട്ടെ എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ എങ്ങനെയും സമ്പത്തുണ്ടാക്കാം, അവിടെ ബന്ധങ്ങൾ പ്രശ്നമല്ല. എന്റെ മുന്നിലേക്ക് വരുന്നത് ആരും എന്റെ കസ്റ്റമേഴ്സ് ആണ്. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ശരി, അതിന്റെ കച്ചവടമാണ്, ബിസിനസ് ആണ്. അവിടെ ബന്ധങ്ങളൊന്നും പ്രശ്നമല്ല. അവനാന്റെ കുടുംബക്കാർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും. അനിയനും ചേട്ടനും പറ്റുന്നുണ്ടെങ്കിൽ കച്ചവട സ്ഥാപനത്തിലേക്ക് അടുപ്പിക്കന്നെ ചെയ്യരുത് എന്നൊക്കെ പറയുന്ന തലതിരിഞ്ഞ ചില മോട്ടിവേഷൻ ക്ലാസുകൾ പലരെയും ബാധിച്ചിട്ടുണ്ട്. അതാണ് ശരി എന്ന് വിചാരിച്ചാണ്, അതാണ് ശരി അല്ല. നമുക്ക് ജീവിക്കുമ്പോൾ പണം വേണം, സൗകര്യം വേണം, സമ്പത്ത് എത്ര ഉണ്ടാക്കാം. ആ സമയത്ത് തന്നെ പ്രായമുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കണം, ഭാര്യയോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, അയൽവാസികൾ നമ്മുടെ അയൽവാസികളാണ്, വേണ്ടപ്പെട്ടവർ നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. ഇതൊക്കെ തന്നെയല്ലേ ജീവിതം. കാരണം എല്ലാ കാലത്തും ടാർഗറ്റ് പൂർത്തിയാക്കിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ ക്യാൻസർ വന്ന് വീട്ടില് റേഡിയേഷൻ ചെയ്ത് ഇങ്ങനെ കുപ്പായ കൂരിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇവരൊക്കെ കാണാൻ ഇവരൊക്കെ പ്രാർത്ഥിക്കാണ്ടാകാ, ഇവരൊക്കെ മയ്യത്തസ്കരിക്കാൻ വരിക. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഈ ദുനിയാവിലെ ജീവിതം പോയിക്കൊള്ളണമെന്നില്ല. നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം. അതില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഭാര്യയും ഒരു ഭർത്താവും മാത്രം വിദേശത്ത് ഒരു റൂമിലാകാം. പല ആളുകളുടെയും സ്വപ്നല്ലേ കുട്ടികളും ഭാര്യ ഗൾഫിൽ സെറ്റ് ആകുക, എന്നിട്ട് മക്കളൊക്കെ പോവുക, ഭാര്യയും ഭർത്താവ് 2 മാസം ഒറ്റ റൂമിൽ. വലിയ സന്തോഷല്ലേ, ഭയങ്കര സുഖല്ലേ, ഭയങ്കര ഹാപ്പി അല്ലേ. പക്ഷെ ഒരു ഭർത്താവ് എന്താ ചെയ്തത്, ആദ്യം ഭാര്യനെ കൊന്നു, പിന്നെ അയാളുടെ ആത്മഹത്യ ചെയ്തു. എന്താണെന്നറിയോ, ആത്മസംഘർഷമാണ്. ജീവിതത്തിൽ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് എങ്ങനെയുമാകാം, എങ്ങനെയും ജീവിക്കാം, എങ്ങനെയും സമ്പത്തുണ്ടാക്കിയാൽ മതി എന്ന തോന്നൽ എത്ര ചെറുപ്പക്കാരുടെ വൈവാഹിക ജീവിതമാണ് കൊളായി കിടക്കണേ. എന്താ കാരണം? നിങ്ങൾ ഇവന് ടാർഗറ്റ് പൂർത്തീകരിക്കുന്ന ഇടയിൽ ഓളോട് ചിരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. കാരണം ടാർഗറ്റിൽ പറഞ്ഞിട്ടില്ല, അവളോടുള്ള സംസാരം ടാർഗറ്റില്ല. അപ്പോഴും കൂടി പായണമെന്നാണ്. ഓൾക്കും അടുത്തു എന്ത് ടാർഗറ്റ്, നല്ല കാലത്ത് ജീവിതമല്ലാതെ എന്ത് ടാർഗറ്റാ? ഇത് വലിയ പ്രശ്നമാകുന്നു കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മൻ കാനത്തി ദുനിയാ ഹമ്മഹു, എല്ലാ കാര്യത്തിലും ദുനിയാവ് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഫറഖല്ലാഹു അലൈഹി അംറഹു വജഅല ഫഖറഹു ബൈന ഐനൈഹി, അല്ലാഹു അത് തൽക്കാലം നമുക്ക് വേർപെടുത്തും. അങ്ങനെ ദുനിയാവ് ഉണ്ടാകണ്ട. അവന്റെ കൺമുൻപിൽ എപ്പോഴും ഒരു നിരാശാബോധം ഉണ്ടാകുക. കാരണം എന്താ, 35 വയസ്സായി, കാറുണ്ട്, വണ്ടിയുണ്ട്, വീടുണ്ട്, പക്ഷേ വരുമാനമായിട്ടില്ല, ടാർഗറ്റ് പൂർത്തിയായില്ല. ഒരുതരം നിരാശ. ഇല്ലല്ലേ, പോരല്ലേ, ആയിട്ടില്ലല്ലേ. മോട്ടിവേഷൻ സ്പീച്ചാ പറഞ്ഞു കൊടുത്ത് കണ്ടെത്തിയിട്ടില്ലല്ലേ. ഇപ്പൊ അത് പറഞ്ഞിട്ടാ പൈസ ഉണ്ടാക്കണ, മോട്ടിവേഷൻ നടത്തണോ? അള്ളാഹു എഴുതി വെച്ചതേ ആ മനുഷ്യൻ ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം പരിശ്രമിക്കാനാണോ, അധ്വാനിക്കേണ്ടാണോ? എല്ലാം വേണം, പക്ഷെ അതിനൊക്കെ ഒരു മതപരമായ വീക്ഷണത്തിലൂടെ അത് പോകണം. വമൻ കാനത്തിൽ ആഖിറ നിയ്യതഹു, ഏതൊരു കാര്യത്തിലും വരുമാനം, പണം, സമ്പാദ്യം, സൗകര്യം, എല്ലാത്തിലും ആഖിറത്തും കൂടി അതിന്റെ കൂടെ നിയ്യത്താണോ, ജമഅല്ലാഹു ലഹു അംറഹു, അല്ലാഹു ആ കാര്യം പൂർത്തീകരിപ്പിച്ചു തരും. വജഅല ഇനാഹു ഫീ ഖൽബിഹി, അവന്റെ മനസ്സിൽ സന്തോഷമായിരിക്കും. എല്ലാമായി പൈസയായി, 40 വയസ്സായി, സൗകര്യങ്ങളായി, നല്ല സ്വഭാവമുള്ള ഭാര്യയുണ്ട്, നല്ല സംസ്കാരമുള്ള മക്കളുണ്ട്, നല്ല സന്തോഷമുണ്ട്, കച്ചവട സ്ഥാപനത്തിൽ ഇരിക്കുമ്പോഴും സന്തോഷം, വീട്ടിലെത്തിയാലും സന്തോഷം.
അതിനെന്ത് വേണം? കൂട്ടത്തില് ഈ ടാർഗറ്റ് പൂർത്തിയാക്കുന്നതിന്റെ ഇടയിൽ നിസ്കാര ടൈമും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നിസ്കരിക്കാൻ സമയം കണ്ടെത്തണം, ജമാഅത്തിന് സമയം കണ്ടെത്തണം, ദുആ ചെയ്യാൻ സമയം കണ്ടെത്തണം, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ദുനിയാവ് അവൻ അറിയാതെ അവൻ ഉണ്ടാകുമെന്നാണ്. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന സാമൂഹികമായ ചില ചലനങ്ങളിൽ നിന്ന്, ചില സ്വപ്നതുല്യമായ ജീവിതങ്ങളുടെ ദർശനങ്ങളിൽ നിന്ന് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ നാട്ടിലുണ്ട്. അവിടെ ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും വഴിയും വെളിച്ചവും നമ്മുടെ നിലപാടും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ രൂപീകരിക്കണം. അപ്പൊ നമുക്ക് നല്ല സുഖം ഉണ്ടാവും, നല്ല സ്വസ്ഥത ഉണ്ടാവും, നല്ല സന്തോഷം ഉണ്ടാകും. ഇങ്ങനെ ഈമാനിനെ പിടിച്ചു നിർത്താനും ഈമാനികമായ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.